ഹലോ ഓൾ, വെൽക്കം ടു ഡേ 9 ബിൽഡ് ഹാബിറ്റ് സെഷൻ. ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് പുതിയൊരു നല്ല ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ പോവാണ്. എന്താണ് നിങ്ങളിന്ന് ചെയ്യാൻ പോകുന്നത്? യു ക്യാൻ എൻഗേജ് ഇൻ കോൺവെർസേഷൻസ്. നിങ്ങൾ കോൺവെർസേഷൻസിൽ ഇൻവോൾവ് ചെയ്യുക. അതായത് എന്ത് തരം കോൺവെർസേഷൻസിൽ? ഇംഗ്ലീഷിലുള്ള കോൺവെർസേഷൻസിൽ. ലൈക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പ്സ് ഉണ്ടാവും, അങ്ങനെ ഓർ ദെയർ വിൽ ബി. ഓക്കെ, ഈ ഒരു സോഷ്യൽ മീഡിയക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ള കാലത്ത് ഉറപ്പായിട്ടും അങ്ങനെ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടാവും. സോ യു ക്യാൻ ഫൈൻഡ് ഇറ്റ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ദെയർ, അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഇല്ല, നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ടോക്ക് വിത്ത് യുവർ ഫ്രണ്ട്സ്. ആ ഫ്രണ്ട് അത്ര ഫ്ലുവൻ്റ് ആയിരിക്കണം എന്നൊന്നുമില്ല. യു ക്യാൻ ആസ്ക് യുവർ ഫ്രണ്ട്, ഓക്കെ ഷാൽ വി ടോക്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയാം. എന്നിട്ട് നിങ്ങൾ ചെറിയ ചെറിയ സെൻറ്റൻസസ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. അതായത് നമ്മുടെ ഫ്രണ്ടിനോടാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് സംസാരിക്കാമല്ലോ. സോ ലൈക്ക് ദാറ്റ് യു ക്യാൻ ഡു. അതല്ല, നിങ്ങളുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കാം, നിങ്ങളുടെ പഠിത്തത്തിനെ പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹാബിറ്റിനെ പറ്റി, എങ്ങനെയുണ്ട് എൻ്റെ പ്രോഗ്രസ് എന്നൊക്കെ നിങ്ങളുടെ ടീച്ചറിനോട് ചോദിച്ചറിയാം. ഓക്കെ, സോ ഹിയർ ആർ സം പോയിന്റ്സ് ഗിവൺ. എന്തൊക്കെയാണെന്ന് നോക്കാം. ജോയിൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗ്രൂപ്പ്സ് ഓർ പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസ്കഷൻസ്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗ്രൂപ്പ്സ് ഉണ്ട്, ഇപ്പോൾ ഇറ്റ്സ് അവൈലബിൾ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസ്കഷൻസ്. എന്തെങ്കിലും ഡിസ്കഷൻസ് ഒക്കെ, ലെറ്റ് ഇറ്റ് ബി ഇൻ ക്ലാസ് റൂം ഓർ ഇൻ എന്തെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, അപ്പോഴൊക്കെ ആണെങ്കിൽ യു ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ഇംഗ്ലീഷ് കോൺവെർസേഷൻസ്. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, പ്രാക്ടീസ് കോൺവെർസേഷൻ വിത്ത് എ ഫ്രണ്ട്, ടീച്ചർ ഓർ ഓൺലൈൻ കമ്മ്യൂണിറ്റി. അതൊരു ഫ്രണ്ടിനോടാവാം, അല്ലെങ്കിൽ ഒരു ടീച്ചറിനോടാവാം, അതല്ലെങ്കിൽ ഓൺലൈൻ കമ്മ്യൂണിറ്റിയിലും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള ചാൻസ് നോക്കിയെടുക്കാം. ഓക്കെ, സോ ദാറ്റ് നിങ്ങൾക്ക് അപ്പോൾ എന്തുണ്ടാവും, ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും, ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ സംസാരിക്കാനുള്ള ഒരു എനർജി കിട്ടും, പിന്നെ അതുപോലെ എന്താണ് സ്റ്റേജ് ഫിയർ മാറും, അതൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, so do that if you get an opportunity. Don't miss it. Okay, today you are going to get a few new words again. നിങ്ങൾക്ക് കുറച്ച് പുതിയ വേർഡ്സ് ഞാൻ വീണ്ടും തരാൻ പോവാണ്. ആൻഡ് ഫസ്റ്റ് വേർഡ് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് വേർഡ് ഇസ് അപ്രീഷിയേറ്റ്. അപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞതാണ് ഫസ്റ്റ് വേർഡ്. എന്താണ് മീനിങ് എന്ന് നോക്കാം. To express gratitude or to recognize the value of something. To express gratitude or recognize the value of something. എന്താണ് നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി അറിയിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ഒരു അപ്രീസിയേഷൻ അറിയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരാൾക്ക് ഒരു പ്രൈസ് കിട്ടി ഒരു എന്തെങ്കിലും ഒരു കോമ്പറ്റീഷനിൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൺഗ്രാജുലേഷൻസ്, നന്നായി നീ പെർഫോം ചെയ്തു, നിനക്ക് അതുകൊണ്ടാണ് സമ്മാനം കിട്ടിയത്, വെരി നൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം, അവരെ എന്താ അനുമോദിക്കാം, അല്ലേ? ദാറ്റ് ഈസ് ദ എക്സാമ്പിൾ. നൗ സീ ദ എക്സാമ്പിൾസ്. Revati says, thank you for helping me with my project. I really appreciate it. രേവതി എന്താണ് പറയുന്നത്? എന്നെ പ്രോജക്റ്റിന് സഹായിച്ചതിന് വളരെ നന്ദി, ഞാൻ ശരിക്കും കടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഐ എം റിയലി താങ്ക്ഫുൾ ടു യു. അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ. Nandu, I appreciate your honesty in this matter. And Anas is replying, it's my pleasure. നന്ദു എന്താണ് പറയുന്നത്? എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി നന്ദു ആൻഡ് അനസിൻ്റെ ഇടയിൽ. സോ നന്ദു ഇസ് സേയിങ്, നിന്റെ സത്യസന്ധതയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അത് ഞാൻ ശരിക്കും അത് എന്താണ് അപ്രീഷിയേറ്റ് ചെയ്യാണ്, നിന്റെ സത്യസന്ധത, നീ കാണിച്ച സത്യസന്ധമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വളരെ ഗ്രേറ്റ് ആണ് എന്ന് നന്ദു പറയാണ്. സോ വാട്ട് അനസ് ഈസ് റിപ്ലൈങ്, ഓ ഇറ്റ്സ് മൈ പ്ലഷർ എന്ന് അനസ് പറയാണ്. ദാറ്റ് ഈസ് ദ മീനിങ്. ഓക്കെ, Now the next word for you is clarify. Clarify ഒക്കെ ഉള്ളത് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്നതാണ്, അല്ലേ? സോ ബട്ട് ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയി പറഞ്ഞു തരാം. മീനിങ് ഇസ് ടു മേക്ക് സംതിങ് ക്ലിയർ ഓർ ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ്. ഈ സെയിം സിറ്റുവേഷൻ തന്നെ, ലൈക്ക് ഞാൻ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ പറഞ്ഞു തരികയാണ്. ദാറ്റ് ഇസ് ക്ലാരിഫൈ. ഗോട്ട് ഇറ്റ്? ഓക്കെ, സോ എക്സാമ്പിൾ നോക്കൂ. ജോൺ സെസ്, കുഡ് യു ക്ലാരിഫൈ വാട്ട് യു മീൻ ബൈ urgent? കുഡ് യു ക്ലാരിഫൈ, നീ എനിക്കൊന്ന് വ്യക്തമാക്കി തരാമോ? എന്ത് urgent എന്ന് പറഞ്ഞാലുള്ള വേർഡിന്റെ മീനിങ് ഒന്ന് വ്യക്തമാക്കി തരാമോ എന്നാണ് ജോൺ ചോദിക്കുന്നത്. ആൻഡ് അശ്വതി ഈസ് റിപ്ലൈ, ഐ മീൻ ഇറ്റ് നീഡ്സ് ടു ബി ഡൺ ഇറ്റ് ബൈ ടുഡേ. ഐ മീൻ ഇറ്റ് നീഡ്സ് ടു ബി ഡൺ ഇറ്റ് ബൈ ടുഡേ. അശ്വതി പറയാണ് അർജന്റ് എന്ന് അശ്വതി പറഞ്ഞു, ഇറ്റ്സ് അർജന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ജോൺ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല, നീ എന്താണ് അർജന്റ് എന്ന് പറഞ്ഞത്, ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരാമോ എന്ന് ചോദിക്കുമ്പോൾ അശ്വതി എന്താണ് പറയുന്നത്? ഇത് ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് തരണം, അതാണ് അശ്വതി പറയുന്നത്. ആൻഡ് ക്ലാരിഫൈ മീൻസ് ഒന്ന് വ്യക്തമാക്കി തരിക. സി യുവർ നെക്സ്റ്റ് എക്സാമ്പിൾ. മീന, ക്യാൻ യു ക്ലാരിഫൈ ദ പ്രോസസ് ഫോർ അപ്ലൈങ്? നിനക്ക് ഒന്ന് ശരിക്കും എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വ്യക്തമാക്കി തരാമോ അതിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു രീതി? ആൻഡ് പ്രവീണ ഇസ് റിപ്ലൈങ്, ഷ്യൂർ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്.
ഉറപ്പായിട്ടും ഞാനത് ക്ലാരിഫൈ ചെയ്ത് തരാം, ഉറപ്പായിട്ടും ഞാൻ നിനക്കത് വ്യക്തമാക്കി തരാം, ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞ് നിനക്ക് ഞാനത് ക്ലാരിഫൈ ചെയ്ത് തരാം എന്നാണ് പ്രവീണ റിപ്ലൈ ചെയ്യുന്നത്. ഗോട്ട് ഇറ്റ്? Now the next word for you is confirm. Confirm എന്നുള്ളതാണ് നിങ്ങളുടെ നെക്സ്റ്റ് വേർഡ്. അതിൻ്റെ മീനിങ് എന്താണ്? ടു എസ്റ്റാബ്ലിഷ് ദ ട്രൂത്ത് ഓർ ആക്യുറസി ഓഫ് സംതിങ്. അതായത് ഉറപ്പ് പറയുക, ഉറപ്പ് നൽകുക, അതൊക്കെയാണ് കൺഫേം എന്ന് പറയുന്നതിൻ്റെ മലയാളം മീനിങ്. സ്ഥിരീകരിക്കുക എന്ന് നമുക്ക് ഒറ്റ വേർഡിൽ പറയാം. ഓക്കെ, സോ എക്സാമ്പിൾസ് നോക്കൂ. ജോൺ സേസ് ക്യാൻ യു കൺഫേം ദ മീറ്റിംഗ് ടൈം? നിങ്ങൾക്കൊന്ന് നോക്കിയിട്ട് പറയാമോ എപ്പോഴാണ് മീറ്റിംഗ് നടത്തേണ്ടത്, അല്ലെ മീറ്റിംഗ് എപ്പോഴത്തേക്കാണ് വെക്കുന്നതെന്നൊന്ന് പറയാമോ എന്ന് ജോൺ ചോദിക്കുകയാണ്. അപ്പൊ എന്താണ് മീന പറയുന്നത്? ഇറ്റ്സ് അറ്റ് 3 PM ടുമോറോ. നാളെ 3 മണിക്കാണ് മീറ്റിംഗ് വെച്ചിരിക്കുന്നത് എന്ന് മീന കൺഫേം ചെയ്തൊരു പർട്ടിക്കുലർ ടൈം പറഞ്ഞു. കൺഫർമേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. നൗ ദ നെക്സ്റ്റ് എക്സാമ്പിൾ ഫോർ യു ഇസ് പ്രവീണ സെസ് ഡിഡ് ദേ കൺഫേം ദെയർ അറ്റൻഡൻസ് ഫോർ ദ പാർട്ടി? പ്രവീണ എന്താണ് ചോദിക്കുന്നത്? നാളെ അവർ വരുമോ, പാർട്ടിക്ക് വരുമോ, ഉറപ്പാണോ അവരുടെ സാന്നിധ്യം എന്നാണ് പ്രവീണ ചോദിക്കുന്നത്. അപ്പൊ എന്താണ് അശ്വതി റിപ്ലൈ പറയുന്നത്? യെസ് ദേ ആർ കമ്മിങ്, യെസ് ദേ ആർ കമ്മിങ്. നാളെ അവർ തീർച്ചയായിട്ടും വരും. അവരുടെ അറ്റൻഡൻസ് അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് ഉറപ്പാക്കി അശ്വതി റിപ്ലൈ പറയാണ്. ഗോട്ട് ഇറ്റ്? യാ. And then now the next word for you is respond. Respond എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് അല്ലേ? റിപ്ലൈ അല്ലേ? അതാണ് സിമ്പിൾ ആയിട്ട് പറയാവുന്ന റിപ്ലൈ. മീനിങ് നോക്കൂ. ടു റിപ്ലൈ ഓർ റിയാക്ട് ടു സംതിങ് ദാറ്റ് വാസ് സെഡ് ഓർ ഡൺ. മറുപടി പറയുക, റെസ്പോണ്ട് ചെയ്യുക എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം. ഓക്കെ, എക്സാമ്പിൾ നോക്കിയിട്ട് നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. രേവതി സേസ് ഐ ഇമെയിൽ ദം യെസ്റ്റർഡേ ബട്ട് ദേ ഹാവൻറ്റ് റെസ്പോണ്ടഡ് യെറ്റ്. ഇന്നലെ ഞാൻ അവർക്ക് ഇമെയിൽ അയച്ചായിരുന്നു, ഒരു മെയിൽ അയച്ചായിരുന്നു, പക്ഷെ അവരെന്ത് ചെയ്തില്ല, മറുപടിയൊന്നും തന്നില്ല, അല്ലെങ്കിൽ അവരൊന്നും പ്രതികരിച്ചില്ല എന്നാണ് രേവതി പറയുന്നത്. സോ അനസ് ഇസ് റിപ്ലൈ മേ ബി ദേ വിൽ റിപ്ലൈ സൂൺ. അവരെന്തായാലും വെയിറ്റ് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് അവർ റിപ്ലൈ ചെയ്യുമായിരിക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് അനസ് റിപ്ലൈ പറയാണ്. സോ ദ നെക്സ്റ്റ് എക്സാമ്പിൾ ഇസ് നന്ദു സേസ് ഹൗ ഡിഡ് ഷീ റെസ്പോണ്ട് ടു ദ ഗുഡ് ന്യൂസ്? അവൾ എങ്ങനെയാണ് ഈ ഒരു നല്ല വാർത്തയ്ക്ക് വേണ്ടി, നല്ല വാർത്തയിൽ റിപ്ലൈ ചെയ്തത്, അല്ലെങ്കിൽ അവർ റെസ്പോണ്ട് ചെയ്തത് എങ്ങനെയാണ്? അതായത് നന്ദു എന്ന് പറഞ്ഞ ഒരാൾ ചോദിക്കുകയാണ്, മേ ബി അയാളുടെ ഫ്രണ്ടോ അല്ലെ അയാളുടെ സിസ്റ്ററോ അല്ലെങ്കിൽ കസിനോ ആരെങ്കിലും പറ്റിയിട്ടായിരിക്കും. അപ്പോൾ പറയാണ് ഒരു നല്ല വാർത്ത അവരുടെ ഫാമിലിയിൽ, അവരുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ അറിയുകയാണ്. അപ്പോൾ നന്ദു ചോദിക്കണം അവൾ എങ്ങനെയാ ഈ ഒരു വാർത്ത കേട്ടിട്ട് പ്രതികരിച്ചത് എന്ന് ചോദിക്കുക. അപ്പം മീന എന്താണ് പറയുന്നത്? ഷി വാസ് ത്രിൽഡ്. അവൾ ശരിക്കും എക്സൈറ്റഡ് ആയി, അവൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര സന്തോഷം സഹിക്കാനാവാത്ത രീതിയിലാണ് അവൾ പ്രതികരിച്ചത്. ഗോട്ട് ഇറ്റ്? Yeah, that is the meaning of the word respond, and that is the usage. Now the next word is describe. Describe means to explain the appearance, qualities or details of something or someone. Describe എന്ന് പറഞ്ഞാൽ എന്താണ്? വർണ്ണിക്കുക അല്ലെ? നമ്മൾ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗേളിനെ കണ്ടു, അപ്പം നമ്മൾ പറയൂല ആ പെൺകുട്ടിക്ക് ഇത്രയും നല്ല ഭംഗിയാണ്, നല്ല മുടി ഉണ്ടായിരുന്നു, നല്ല രീതിയിലാണ് സംസാരം എന്നൊക്കെ നമ്മൾ പറയാം, നല്ല ചിരിയാണ് എന്നൊക്കെ നമ്മൾ പറയല്ലേ. അതാണ് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പർട്ടിക്കുലർ പെൺകുട്ടിയെ നമ്മൾ വർണ്ണിക്കുകയാണ്, അതാണ് ഡിസ്ക്രിപ്ഷൻ. അത് ഹ്യൂമൻ ബീങ്സിന്റെ കാര്യത്തിൽ നിന്നല്ല, മറ്റെന്തെങ്കിലും നമ്മളൊരു വീട്, ഒരു പുതിയൊരു വീട് കാണാൻ പോയി, ലൈക്ക് ഹൗസ് വാമിംഗ് ആണ്. അപ്പൊ നമ്മൾ ചെന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതൊക്കെ കണ്ടു, നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് നമ്മളുടെ ഫാമിലിയോടൊക്കെ പറയാം നല്ല വീടാണ്, അവൻ വെച്ച വീട് നല്ല വീടാണ്, ഇതുപോലെ 2 റൂമുണ്ട്, നല്ല ബാൽക്കണി ഉണ്ട് എന്നൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യില്ലേ, അതാണ് വർണ്ണിക്കുക എന്നാണ് അതിന്റെ മീനിങ്. അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. നന്ദു, can you describe your experience at the workshop? മീന, ഇറ്റ് വാസ് വെരി ഇൻഫോർമേറ്റീവ് ആൻഡ് എൻഗേജിങ്. നന്ദു എന്താണ് പറയുന്നത്? നിനക്ക് ആ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തില്ലേ, നീ അറ്റൻഡ് ചെയ്തല്ലോ ഒരു വർക്ക്ഷോപ്പ്, നിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാമോ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്ന് വിശദീകരിച്ച് പറയാമോ എന്ന് പറയാം. അതായത് ഇവിടെ വർണ്ണന എന്നുള്ളതല്ല, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ എന്നാണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഡിസ്ക്രൈബിന്റെ മീനിങ്. മീന പറയാണ് ഇറ്റ് വാസ് വെരി ഇൻഫോർമേറ്റീവ് ആൻഡ് എൻഗേജിങ്. മീന എന്താ പറയുന്നത്? വളരെ എന്താണ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതും അതുപോലെ നല്ല എന്റർടൈനിങ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു അത്. See the next example. Nandu, how would you describe the taste of this dish? നീ എങ്ങനെയാണ് ഈ ഒരു ഡിഷിന്റെ ടേസ്റ്റ് വർണ്ണിക്കുന്നത്? അപ്പൊ മീന എന്താ പറയുന്നത്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റിനെ നീ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം മീന ഇസ് ടെല്ലിങ് ഇറ്റ് സ്പൈസി വിത്ത് എ ഹിന്റ് ഓഫ് സ്വീറ്റ്നെസ്. അത് കുറച്ച് സ്പൈസി ആണ്, പക്ഷെ എന്തുണ്ട്, ഒരു സ്വീറ്റ്നെസ്സും ഉണ്ടെന്ന് അവൾ വിശദീകരിച്ച് നന്ദുവിനോട് പറയാണ്. ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഡിസ്ക്രൈബ്.
Now here comes the vocabulary activity for you. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 6 പുതിയ വേർഡ്സ് ഉണ്ട് അല്ലേ? സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓരോ വേർഡ്സും വെച്ചിട്ട് ഓരോരോ സെന്റൻസസ് ഉണ്ടാക്കുക. സെന്റൻസസ് ഉണ്ടാക്കിയ ശേഷം നിങ്ങളത് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളത് റെക്കോർഡ് ചെയ്യുക. നിങ്ങളുടെ ട്രെയിനർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എഴുതിയും എടുക്കണം, അതുപോലെ തന്നെ റെക്കോർഡും ചെയ്യണം. സോ സെൻഡ് ഇറ്റ് യുവർ ട്രെയിനർ ആൻഡ് ഗെറ്റ് ഇറ്റ് കറക്റ്റഡ്. ഡോണ്ട് മിസ് ദിസ്. നന്നായിട്ട് ചെയ്യുക. ദെൻ ഓൺലി യു വിൽ ബി finding a effective improvement. Okay. വെൽക്കം ടു ഡേ 9 സ്കോളിംഗ് ആക്ടിവിറ്റി. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എ ബുക്ക് ഐ ഹാവ് റീസെൻ്റ്ലി റെഡ് എന്നാണ് വായിക്കുന്നത്. ഓക്കെ, എന്തൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം അതിനകത്ത്? നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് വായിച്ച ഒരു ബുക്കിന്റെ കഥ അല്ലെങ്കിൽ അതിന്റെ പ്ലോട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം അതിനകത്ത്? ടോക്ക് അബൌട്ട് എ ബുക്ക് യു റീസെൻ്റ്ലി ഫിനിഷ്ഡ്. ഇപ്പോൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വായിച്ചു കഴിഞ്ഞ ഒരു ബുക്കിനെ പറ്റിയാണ് പറയേണ്ടത്. ഡിസ്ക്രൈബ് ദ മെയിൻ പ്ലോട്ട്. അതിന്റെ മെയിൻ പശ്ചാത്തലം എന്താണ്, അതിന്റെ മെയിൻ കണ്ടന്റ് എന്നുള്ളത് പറയണം. ക്യാരക്ടേഴ്സ്, അതിൽ നിങ്ങൾ കണ്ട ക്യാരക്ടേഴ്സിനെ പറയണം. വാട്ട് യു ലൈക്ഡ് അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് അതിനകത്ത് എന്താണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം നിങ്ങൾ പറയണം. ഓക്കെ, അതുപോലെ തന്നെ ഏത് ബുക്സും ആയിക്കോട്ടെ, അത് നോവൽ ആയിക്കോട്ടെ, സ്റ്റോറി ആയിക്കോട്ടെ, റൊമാൻറ്റിക് ആയിക്കോട്ടെ, ട്രാജിക് ആയിക്കോട്ടെ, നോ പ്രോബ്ലം. യു ക്യാൻ talk with your trainer about the book for at least 5 minutes. Okay.